മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. സമാധാനത്തിന്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവന്റെ സമാധാനം കളയരുത്. പള്ളുരുത്തിയിലെ സ്കൂളിൽ ഒരു ഹിജാബിന്റെ വിഷയം ഉണ്ടായല്ലോ. ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്കൂൾ മാനേജ്മെന്റും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവിടുത്തെ ഭരണകർത്താക്കളും കൂടെ വളരെ എളുപ്പത്തിൽ വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഈ വിഷയം വേണമെങ്കിൽ തീരും. ഒരു സംസ്ഥാനം മുഴുവൻ, കണ്ണൂരും കോഴിക്കോടും കാസർഗോഡും ദുബായിലുള്ള ആൾക്കാർ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി പറഞ്ഞ് ചീത്ത വിളിക്കുന്നത് ഇത് വൈഡ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ്. ഒരു സിനിമാടൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ വീണ്ടും അതിന് കീഴേ വന്ന് അഭിപ്രായം പറയുകയുള്ളൂ. അതായത് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമയിലെ സൈഡ് വേഷമുള്ള ഫിലോമിന ചേച്ചി പറയുന്നൊരു ഡയലോഗുണ്ട്: സമാധാനത്തിൻ്റെ പേരും പറഞ്ഞ് സമാധാനമായി ഇരിക്കുന്നവൻ്റെ സമാധാനം കളയരുത്. പിടുത്തം കിട്ടിയോ? ഈവൻ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ വരെ ഞാൻ പറയുകയാണ്, നമ്മളിവിടെ പല പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നെതന്യാഹുവും UNOയും ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഇവിടെ നമ്മൾ പറയുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് കൊണ്ടും ഇവിടെ ഇതുമായിട്ടൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരെ തമ്മിൽ ജാതി പറഞ്ഞും വഴക്ക് പറഞ്ഞും വഴക്കിടിക്കാം എന്നുള്ളതല്ലാതെ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടില്ലേ എത്രത്തോളം യാഥാർത്ഥ്യങ്ങളാണ് പിഷാരടി വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? ഇത് മതിയാവൂ കേരളത്തിലെ സകല സുഡാപ്പികൾക്കോ ഇദ്ദേഹത്തെയും സംഖ്യയാക്കാൻ? അതങ്ങനെയാണല്ലോ. കേരളത്തിൽ ആര് സത്യം പറയുന്നോ അവരെയൊക്കെ തന്നെ സംഖ്യച്ചാപ്പയടിക്കലാണല്ലോ ഇവിടെ സുഡാപ്പികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഇവിടെ 2 വിഷയങ്ങളായി എടുത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന് സെൻട്രി താസിലെ ഹിജാബ് വിഷയം, 2 ഇസ്രായേൽ പലസ്തീൻ വിഷയം. ഈ 2ലും നമുക്ക് ഓരോന്നും ഒന്ന് എടുത്ത് പരിശോധിക്കാം. സുഡാപ്പികൾ ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ പറ്റൂ. നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് സുഡാപ്പികളാണ്, അത് വെറുതെ പറയുന്നതല്ല. പിഷാരടി പറഞ്ഞത് തന്നെ നിങ്ങൾ കേട്ടില്ലേ? സെൻട്രി താസ് വിഷയത്തില് ആ പാരന്റിനും അതേപോലെ തന്നെ ആ പാരന്റിന് ആ ഒരു മാനേജ്മെന്റുമായിട്ട് ആ പ്രിൻസിപ്പാളുമായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്കറിയാം ആ പാരന്റ് അവിടെ അഡ്മിഷൻ എടുത്ത് അവിടുത്തെ എല്ലാ റൂളുകളും, അതായത് എല്ലാ നിയമങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് 4 മാസങ്ങളോളം അവിടെ ആ സ്ഥാപനത്തിന്റെ യൂണിഫോം അനുസരിച്ച് അവിടെ പഠിച്ച് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. മനഃപൂർവ്വം ആ പാരന്റ് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അതല്ലേ സത്യം? കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവിടെ ഹിജാബൊന്നും ധരിച്ചിട്ടല്ല പോകുന്നത്, അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാനായിട്ടാണ് ആ പാരന്റ് രംഗത്തെത്തിയത് എന്നാണ് പച്ചക്ക് പിഷാരടി മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ എല്ലാ കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും കണ്ടിട്ടുള്ളതാ, ആ വീഡിയോ കണ്ടിട്ടുള്ളതാ. പാരന്റ് കുറച്ച് ആളുകളെയും SUPI പ്രവർത്തകരെയും നേതാക്കന്മാരെയും കൊണ്ടുവന്ന് ആ സ്ഥാപനത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടു ആ വീഡിയോ. ഇപ്പൊ ഈ സുഡാപ്പികൾ മാത്രം സമ്മതിക്കില്ലോ, സെൻട്രി താസ് എന്തോ ചെയ്തതുപോലെ. അതേപോലെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി, നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങള്, സകല നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാ ആളുകളും കൂടി സെൻട്രി താസ് മാനേജ്മെന്റിന്റെ തലയിലേക്കായിരുന്നു ഓടിയത്. യഥാർത്ഥത്തിൽ പിഷാരടി പറഞ്ഞതല്ലേ യാഥാർത്ഥ്യം? അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് അവിടുത്തെ പ്രിൻസിപ്പലായിട്ട് സംസാരിക്കുക, അവിടുത്തെ നിയമങ്ങൾ പറ്റില്ലേ, അവിടുന്ന് മാറ്റി ചേർത്ത്, അതല്ലേ ഇപ്പൊ സംഭവിച്ചത്. വലിയ പുകിലുണ്ടാക്കി കേരളത്തിൽ ഒരു ഭിന്നിപ്പിക്കലല്ല പാരന്റ് നേതൃത്വത്തിൽ ഈ SUPI നേതാക്കന്മാർ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ SUPI പ്രവർത്തകരൊക്കെ ആരാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനത്തിലേക്ക് വന്നിട്ട് ചാടിക്കേറി ബഹളം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാന്? ഇതൊക്കെ കേരളത്തിലെ സകല മലയാളികളും കണ്ടിട്ടുള്ളതല്ലേ? എന്നിട്ടും ആ വിഷയത്തിൽ കേരളത്തില് കോൺഗ്രസ്, ഇടതുപക്ഷം, സകല സുഡാപ്പികളും സെൻട്രി താസ് മാനേജ്മെന്റിന്റെ പിന്നാലെയാ. ഏതായാലും പിഷാരടി ഉൾപ്പെടെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞത് നിങ്ങളൊക്കെ തന്നെ കേട്ടില്ലേ? ആ പ്രശ്നം ഒരു തരത്തിലും വലിയ രീതിയിലേക്ക് എത്തിക്കരുതായിരുന്നു. ആ പാരന്റൽ ബസ്സാണെങ്കിൽ മാറ്റി ചേർത്തുക, അത് തന്നെയല്ലേ ഇത്രയും ബഹളം ഉണ്ടായിട്ടും സംഭവിച്ചിട്ടുള്ളത്. രാജ്യത്തെ നിയമം അനുസരിച്ചാണ് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത് പറ്റാത്തവർ മറ്റു സ്ഥലത്ത് പോവാ, മറ്റു സ്ഥലത്ത് പോയി ഇപ്പൊ ആ പ്രശ്നം തീർന്ന്. ആ പ്രശ്നം ഉണ്ടാക്കിയവർക്ക് നമ്മുടെ കേരളത്തില് വലിയ ഭിന്നിപ്പുണ്ടാക്കൽ തന്നെയായിരുന്നു ലക്ഷ്യം എന്നുള്ളത് തന്നെയാ പച്ചക്ക് പിഷാരടി വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇസ്രായേൽ പലസ്തീൻ വിഷയം അദ്ദേഹം പറഞ്ഞത് എത്ര യാഥാർത്ഥ്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലസ്തീൻ പിന്തുണ ഉള്ള റാലി
നടത്തിയതാരാ? മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗിന്റെ ഈ ലോകത്തെ ഏറ്റവും വലിയ റാലിയൊക്കെ പലസ്തീന് വേണ്ടിയൊക്കെ നടത്തുന്നത് മതം നോക്കിയാണ് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? എന്താണ് ഈ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം? ഭിന്നിപ്പിക്കൽ തന്നെ, വലിയ രീതിയിൽ ഭിന്നിപ്പിക്കുക. ഇവിടെ ആയുധവുമായിട്ട് ഹമാസ് ഇസ്രായേലിന് നേരെ എതിരിട്ടിട്ട്, ഹിസ്ബുള്ള എതിരിട്ടിട്ട്, ഹൂത്തി എതിരിട്ടിട്ട്, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അതുപോലും പുല്ലാണ്. പിന്നെ അല്ലേ ഇവിടെയുള്ള ചൊപ്പ കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ട് തെരുവില് വലിയ പ്രകടനമൊക്കെ നടത്തുന്നത്? ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നിങ്ങളുടെ ഈ പ്രതിഷേധമൊക്കെ പുല്ലാണ്. അതാണ് യാഥാർത്ഥ്യം. ഇനി ഇതൊക്കെ അറിയുന്നുണ്ടോ? ഈ കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ റാലി നടത്തിയിട്ടോ ഇതൊക്കെ അദ്ദേഹം അറിയുന്നുണ്ടെന്ന് അവിടെയുള്ള കുറെ മണ്ടന്മാർ കരുതുന്നത്? അല്ല, ഇവിടത്തെ റാലി നോക്കി നിൽക്കലാണ് ഇപ്പോ ബെഞ്ചമിൻ നെതന്യാഹു ചെയ്യുക. എന്താണ് ഇവിടെ ഇങ്ങനെ പലസ്തീൻ വലിയ റാലിയും തെരുവിൽ വലിയ പ്രോഗ്രാമൊക്കെ നടത്തിയിട്ട് സംഭവിക്കുന്നത്? നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പാടുണ്ടാവുക. നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടായിട്ട് മതത്തിന്റെ പേരിൽ വലിയ ചർച്ചകൾ നടക്കുക. ഇതിലൊക്കെ എന്ത് ഗുണമുള്ളത്? നമ്മുടെ നാട്ടില് ഐക്യം തകരുക എന്നല്ലാതെ പലസ്തീൻ പ്രകടനം വിളിച്ചത് കൊണ്ട് ഒരു റിസൾട്ടും വരില്ല എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. ഇവിടെ പലസ്തീൻ അനുകൂല റാലി നടത്തിയ ഏതെങ്കിലും ഒരു സംഘടന, മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള, അതേപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് സംവിധാനം, അതായത് SUPI, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളുമാണ് ഇവിടെ പലസ്തീന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. ഇവരാരെങ്കിലും നൈജീരിയയിൽ, ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യർ ദുരിതം അനുഭവിക്കുന്നുണ്ട്, അവർക്കൊക്കെ വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയിട്ട് പ്രതിഷേധം വിളിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കാണൂല. കാരണം എന്താ? അവരുടെ മതത്തിലുള്ളതിനെ അവര് രംഗത്തിറങ്ങി, അല്ലെങ്കിൽ അവരാ മത തീവ്ര ചിന്താഗതിക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മറ്റൊരു കൂട്ടര് ഇടതുപക്ഷം ഇവർക്ക് അനുകൂലമായിട്ട് രംഗത്തിറങ്ങി. കോൺഗ്രസ് പലസ്തീൻ മാത്രമേ കാണുന്നുള്ളൂ. എന്തേ ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒന്നും ഈ പറയുന്ന നൈജീരിയ, സുഡാൻ, എത്ര സ്ഥലങ്ങളിൽ മനുഷ്യർ ദുരിതം അനുഭവിക്കുന്നത്, അവർക്കൊന്നും വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് രംഗത്തിറങ്ങാത്തത്, രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങാത്തത്, പ്രിയങ്ക ഗാന്ധി രംഗത്തിറങ്ങാത്തത്? ഇവരൊക്കെ തന്നെ പലസ്തീന് വേണ്ടി മാത്രം. അതെന്തിനാ? തീവ്ര ചിന്താഗതിക്കാരെ പ്രീണിപ്പിക്കണം. അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പിഷാരടി പറഞ്ഞതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഈ ഒരു റാലി, ഈ പലസ്തീൻ അനുകൂല റാലിയൊക്കെ നമ്മുടെ കേരളത്തിൽ നടത്തുന്നതോട് കൂടിയിട്ട് കേരളത്തിൽ സംഭവിക്കുന്നത് വലിയൊരു ഐക്യം തകരുക. നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പ് മാത്രമാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ കിടക്കുന്ന ആളുകൾ റാലിയോ പ്രതിഷേധോ പ്രശ്നങ്ങളോ ഉണ്ടാക്കിയാൽ ഇസ്രായേലി പ്രധാനമന്ത്രിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ? പിഷാരടി പറഞ്ഞത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം. പലസ്തീൻ അനുകൂല പ്രകടനമൊക്കെ നമ്മുടെ കേരളത്തിൽ ഉയർത്തുന്നവർ പച്ചവർഗീയവാദികളാ. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കലാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ഇത് പറഞ്ഞത് പിഷാരടിയെ സംഖ്യയാക്കി നടക്കാനാണ് ഇപ്പൊ സുഡാപ്പികൾ രംഗത്തിറങ്ങുക. ഇതാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. സത്യം പറയുന്നവരെ സംഖ്യ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ പേര് അഭിമാനത്തോടു കൂടി അങ്ങ് ഏറ്റെടുക്കും എന്നുള്ളതും സകല സുഡാപ്പികളും അങ്ങ് തിരിച്ചറിഞ്ഞോളൂ.